യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ഈ ഒരു വാക്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ വാക്കുകളിൽ പറയുകയാണ്, നമ്മുടെ മുന്നിൽ അതിൻ്റെ സമയമില്ല, വേഗം ഞാൻ പറഞ്ഞു വിടുകയാണ്. ഇതിന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്: സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, അവനോടൊപ്പം ജീവിച്ചു. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്: അതിക്രമങ്ങളാൽ മരിച്ച നമ്മളെ ക്രിസ്തു അവനോട് കൂടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, യേശു ക്രൂശിൽ മരിച്ച് ജയോത്സവം കൊണ്ടാടിയപ്പോൾ നാം യേശുക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു വാക്യത്തെ നാം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്: He put away the person you used to be. He put away the person you used to be. എന്ന് വെച്ചാൽ അതിക്രമങ്ങളാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നാം ആരായിരുന്നു? The person you used to be എന്ന് വെച്ചാൽ നാം എങ്ങനത്തെ വ്യക്തിയായിരുന്നു, നമ്മൾ പണ്ട് എങ്ങനത്തെ വ്യക്തിയായിരുന്നു, ആ വ്യക്തിയെ പൂർണ്ണമായി മാറ്റിയിട്ട് ഒരു പുതു മനുഷ്യനാക്കി ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടു കൂടി നമ്മെ കർത്താവ് അപ്രകാരം ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അതാണ് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നത്: അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിന്റെ കാൽവറി മരണം സംഭവിച്ചപ്പോൾ, ക്രിസ്തു നമ്മളെ നമ്മുടെ അതിക്രമങ്ങളിൽ നിന്ന് വീണ്ടെടുത്തപ്പോൾ നാം ക്രിസ്തുവിൽ പരിപൂർണരായി മാറി. ഈ ഒരു വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ രണ്ട് വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ പറയാൻ പോകുന്ന രണ്ട് വ്യക്തികളിൽ ഒരാൾ ഒരുപാട് പ്രസംഗിക്കപ്പെടുന്ന ഒരാളാണ്, മറ്റേ ഒരാൾ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, എങ്കിലും ഈ രണ്ടുപേരും നിങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അതാരാണെന്ന് വെച്ചാൽ, ഞാൻ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് യേശു കർത്താവിന്റെ വംശാവലി കാണാം. ഈ വംശാവലിയുടെ ഒരിതെന്ന് പറയുമ്പോൾ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് വംശാവലിയിൽ പുരുഷന്മാർ മാത്രമേ കാണുകയുള്ളൂ, പുരുഷന്മാരുടെ പേരുകൾ മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ 5 സ്ത്രീകൾ വരുന്നുണ്ട്. 5 സ്ത്രീകൾ. അതൊരു നിങ്ങൾക്ക് തോന്നില്ല, അത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പുരുഷന്മാർക്ക് ഒരുപാട് പേരുകൾ ഉള്ളതിന്റെ ഇടയ്ക്ക് 5 സ്ത്രീകൾ വരുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് താമാർ, യഹൂദയുടെ മരുമകളായിരുന്ന താമാർ, 1. 2 വരുന്നത് വേശ്യാസ്ത്രീയായിരുന്ന രാഹാബ്. 3 വരുന്നത് ബോവസിന്റെ ഭാര്യയായ രൂത്ത്. 4 മറിയ. പിന്നീട് വരുന്നത് ദാവീദിന്റെ ഭാര്യയായി തീർന്ന ബേർശേബ. ഇങ്ങനെ 5 പേരെയാണ് നമുക്ക് യേശു കർത്താവിന്റെ വംശാവലിയിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: ഇത്രയും പുരുഷന്മാരുടെ ഇടയ്ക്ക് എന്തുകൊണ്ട് ഈ 5 സ്ത്രീകൾ? യേശുക്രിസ്തു എന്തുകൊണ്ട്? യേശുക്രിസ്തുവിന് ഒരു പ്ലാൻ ഇല്ലാതെ ആ വംശാവലിയിൽ ആ 5 സ്ത്രീകളെ ആഡ് ചെയ്യുമോ? എന്തുകൊണ്ടാണ് ഈ 5 സ്ത്രീകൾ അവിടെ കയറി വന്നത്? ഒരുപക്ഷെ കർത്താവ് അവരിൽ മാത്രമായി കണ്ട എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാതിരിക്കത്തില്ല. എന്തെങ്കിലും ഒരു കാരണം കാണും. ഒരു 5 പേർ, ഈ 5 സ്ത്രീകൾ മാത്രം ഇത്രയും പുരുഷന്മാരുള്ള ഈ വംശാവലിയിൽ കയറി വരിക. ഇതിൽ 2 പേരെ പറ്റിയാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് 1 രൂത്ത്, 2 രാഹാബ്. രൂത്ത്, രാഹാബ്. ഇത് രാഹാബിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിലും അധികം ആരും പ്രസംഗിക്കാത്ത ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ വ്യക്തിയാണ് രാഹാബ്. രൂത്തിനെ പറ്റി എല്ലാവരും പ്രസംഗിക്കുന്നതാണ്. രാഹാബ്, രൂത്ത്, ഈ 2 പേരെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. രാഹാബിന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രാഹാബിന്റെ പിന്നിലത്തെ കഥ എന്താണെന്ന്. രാഹാബ് ഒരു വേശ്യാസ്ത്രീയായിരുന്നു. എരിഹോ പട്ടണം പിടിക്കുവാൻ, യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാവുന്ന കഥയാണ്. എരിഹോ പട്ടണം പിടിക്കുവാൻ യോശുവ 2 ഒറ്റുകാരെ അയക്കുന്നുണ്ട്. ഈ 2 ഒറ്റുകാരെ എരിഹോ പിടിക്കുന്നതിന് മുൻപ് ഒറ്റ നോക്കുവാൻ വേണ്ടി 2 ഒറ്റുകാരെ എരിഹോ പട്ടണത്തിലേക്ക് ആരായിരുന്നു? യോശുവ ആയിരുന്നു. ഈ 2 ഒറ്റുകാർ അവിടെ ചെല്ലുമ്പോൾ ഈ രാഹാബ് എന്ന സ്ത്രീ ഈ 2 ഒറ്റുകാരെ തന്റെ വീട്ടിൽ പാർപ്പിച്ച് അവരെ സംരക്ഷണം ചെയ്യുവാണ്. എന്നിട്ട് രാഹാബ് അവരോട്, അപ്പം എരിഹോ രാജാവ് രാഹാബിന്റെ വീട്ടിൽ ഈ 2 ഒറ്റുകാരുണ്ടെന്ന് അറിഞ്ഞ് രാഹാബിന്റെ അടുത്തേക്ക് ആളെ അയച്ചിട്ട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ഈ 2 ഒറ്റുകാരില്ലേ, അവരെ ഇറക്കി വിടാൻ പറഞ്ഞു. പക്ഷെ രാഹാബ് പറഞ്ഞു, അങ്ങനെ ഇവിടെ ആൾക്കാർ വന്നിരുന്നു, പക്ഷെ അവർ ഇസ്രായേലിയരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അവർ നേരത്തെ പോയി എന്ന് കള്ളം പറഞ്ഞ് രാഹാബ് ഈ 2 ഒറ്റുകാരെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം അതിനുശേഷം ഈ 2 ഒറ്റുകാരും രാഹാബ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും. അപ്പം അവിടെ ഇപ്രകാരമാണ് രാഹാബ് ഈ ഒറ്റുകാരോട് പറയുന്നത്: ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ഇവിടെ അഭയം നൽകാം, ഞാൻ നിങ്ങൾ ഇവിടെയുള്ള കാര്യം ആരോടും പറയില്ല, പക്ഷെ നിങ്ങൾ എനിക്കൊരു പ്രോമിസ് ചെയ്യണം, നിങ്ങൾ എരിഹോ പട്ടണം പിടിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കണം, ഞങ്ങളെ നിങ്ങൾ രക്ഷിക്കണമെന്ന് രാഹാബ് ഈ ഒറ്റുകാരോട് പറയുന്നുണ്ട്. അവിടെ എന്നെ ഏറ്റവും
എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തൊരു ആ ഒരു സംഭാഷണത്തിലെ കാര്യം എന്ന് പറയുന്നത്, രാഹാബ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളുടെ യഹോവയായ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് രാഹാബ് ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ കർത്താവിന്റെ യഹോവയുടെ പക്ഷത്തോട്ട് രാഹാബ് മാറി നിൽക്കാൻ തയ്യാറായി. അതാണ് രാഹാബ് എന്ന വേശ്യാസ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവം. ഇവിടെ നമുക്ക് എന്താണ് കാണുന്നത്? അതിനുശേഷം ഈ ഒറ്റുകാരൻ രാഹാബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാണെങ്കിൽ ഞങ്ങളിപ്പോ പോകുന്നു, നിന്നെ ഞങ്ങൾ സംരക്ഷിക്കാം, പക്ഷെ ഞങ്ങൾ ഇനി ഈ പട്ടണം പിടിക്കുവാൻ വരുമ്പോൾ അടയാളമായിട്ട് നിന്റെ കിളിവാതിലിന്റെ വാതിക്കൽ ഒരു ചുവപ്പ് ചരട് കെട്ടിയിരിക്കണം. ഇസ്രായേലിലോട്ട് നാം പോകുമ്പോൾ എന്താണ്, ചുവപ്പ് രക്തം അടയാളമായിട്ടുള്ള വീടുകളിലൊന്നും കഴിഞ്ഞ സംഹാരം നടന്നിട്ടില്ല. അപ്പൊ ഈ ചുവപ്പ് ചരട് രാഹാബിന് കിളിവാതിലിൽ കെട്ടുവാൻ പറഞ്ഞ ചുവപ്പ് ചരട് എന്തിന്റെ നിഴലാണ്? അത് യേശു കർത്താവിന്റെ രക്തത്തെ കാണിക്കുന്നു. യേശു കർത്താവിന്റെ രക്തത്തിന്റെ നിഴലാണ് ഈ ചുവപ്പ് ചരട്. അപ്പോൾ യേശു കർത്താവ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം അല്ലെങ്കിൽ ക്രിസ്തു രാഹാബിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ രാഹാബിന്റെ രക്ഷ സാധ്യമാവുകയാണ്, അല്ലെങ്കിൽ രാഹാബിന്റെ ജീവിതം അവിടെ കൊണ്ട് മാറുകയാണ്. രാഹാബിന്റെ ജീവിതം എന്ന് വെച്ചാൽ ക്രിസ്തു രാഹാബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വന്തമായി മാറാൻ യേശു കർത്താവിന്റെ ഭാഗത്തോട് മാറി നിൽക്കുവാൻ രാഹാബ് തയ്യാറായപ്പോൾ ക്രിസ്തുവിൽ രാഹാബ്, ഞാൻ പറഞ്ഞ ആദ്യത്തെ വാക്യം, ക്രിസ്തുവിൽ രാഹാബ് പരിപൂർണയായി മാറുകയാണ് രാഹാബ്. ഇതിനുശേഷം ഞാൻ രൂത്തിലേക്ക് കടന്നു വരികയാണ്. രൂത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രൂത്ത് ഒരു മോവാബി സ്ത്രീയായിരുന്നു. നവോമിയുടെ 2 മരുമക്കൾ ഓർപ്പ, രൂത്ത്. ഇതിൽ രൂത്തിന് 2 പേരുടെ ഭർത്താവ് മരിച്ചു. രൂത്തിന് പിന്നീട് പ്രതീക്ഷകളൊന്നുമില്ല, ജീവിതം എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. ഓർപ്പ നവോമിയോട് വിട വാങ്ങിപ്പോയി. എന്നാൽ രൂത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നവോമിയോട് ഇപ്രകാരം പറയും, നിന്റെ ദൈവം എന്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും വരും എന്ന് പറഞ്ഞ് നവോമിയോട് കൂടെ നിൽക്കുവാൻ തയ്യാറാകുന്ന ഒരു രൂത്തിനെ നമുക്ക് കാണാം. അതിനുശേഷം എന്താണ് ഇവിടെ രൂത്ത് ചെയ്തത്? രാഹാബ് ചെയ്തതുപോലെ തന്നെ യഹോവയുടെ പക്ഷത്തോട്ട്, യേശുവിന്റെ പക്ഷത്തോട്ട് മാറി നിൽക്കുവാൻ രൂത്ത് തയ്യാറായപ്പോൾ അവളുടെ ജീവിതവും കർത്താവ് അവിടെ മാറ്റുകയാണ്. ഈ രൂത്തിനെ, വെറും ഒരു മോവാബി സ്ത്രീയായിരുന്ന രൂത്തിനെ, പറയാൻ പ്രത്യേകിച്ച് പാരമ്പര്യങ്ങളൊന്നുമില്ലാത്ത രൂത്തിനെ ധനികനായ ബോവസിന്റെ വയലിൽ കർത്താവ് കൊണ്ടുവരികയാണ്. അങ്ങനെ ആ ബോവസിന്റെ ഭാര്യയായി രൂത്ത് മാറുകയാണ്. ഈ 2 സ്ത്രീകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്, ഈ 2 സ്ത്രീകൾ യേശുപ്പച്ചന്റെ വല്യമ്മച്ചിമാരായി മാറുവാൻ കാരണം എന്താണ്? ഒരു യോഗ്യതയില്ലാത്ത 2 സ്ത്രീകൾ യേശു കർത്താവിന്റെ വംശാവലിയിലേക്ക് വരികയാണ്. ഒന്ന് ചിന്തിച്ച്, മാനുഷികമായി നോക്കുമ്പോൾ ഇവരെ ജഡ്ജ് ചെയ്യാൻ പലരും കാണും. മാനുഷികമായി നോക്കുമ്പോൾ നമുക്ക് ഇവരെ രാഹാബ് ഒരു വേശ്യാസ്ത്രീയാണ്, ഒരിക്കലും ഒരു യോഗ്യതയില്ല കർത്താവിന്റെ വംശാവലിയിൽ വരുക. രൂത്ത് ഒരു ജാതിക സ്ത്രീയാണ്, രൂത്തിനും ഒന്നും കൊണ്ട് ഒരു യോഗ്യതയില്ല ഈ വംശാവലിയിലേക്ക്. വലിയ വലിയ ആൾക്കാരുള്ള ഈ വംശാവലിയിലേക്ക് രൂത്തിന് കടന്നു വരാൻ, അല്ലെങ്കിൽ രാഹാബിന് കടന്നു വരുവാൻ ഒരു യോഗ്യതയില്ല. പക്ഷെ കർത്താവ് നോക്കിയത് അവരുടെ പാസ്റ്റ് അല്ല, അവരെന്ത് ചെയ്തു? അവർ യേശു കർത്താവിന്റെ ഭാഗത്തോട്ട് മാറി നിൽക്കുവാൻ തയ്യാറായപ്പോൾ യേശു കർത്താവ് അവരുടെ ജീവിതത്തെ മാറ്റുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വരുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നാം ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, എനിക്ക് നിങ്ങളോട് പറയാൻ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളെ നോക്കി നീ ഇങ്ങനെ അല്ലായിരുന്നോ, നീ ഇങ്ങനെ ചെയ്ത വ്യക്തിയല്ല, നിന്റെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനല്ലേ, ഇങ്ങനൊക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റും കാണുമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ നല്ല പാതയിൽ പോകാമെന്ന് വിചാരിച്ചാലും നമ്മളെ അതിനെ അനുവദിക്കാത്ത ആൾക്കാർ നമുക്ക് ചുറ്റും കാണുമായിരിക്കും. പക്ഷെ യേശു കർത്താവ് നോക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നല്ല, പക്ഷെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ യേശു കർത്താവിന്റെ ഭാഗത്തോട്ട് മാറി നിൽക്കാൻ തയ്യാറാണോ എന്നാണ് യേശുപ്പച്ചൻ നോക്കുന്നത്. ഇവിടെ രൂത്ത് രാഹാബും ചെയ്തത് എന്താണ്? ഈ രാഹാബിനെ നമുക്ക് വേറൊരിടത്തും കാണാം, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഗിദെയോനെ പോലുള്ള വലിയ വലിയ വിശ്വാസ വീരന്മാരെ പറ്റി പൗലോസ് ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു, ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു വിടുമ്പോൾ രാഹാബിനെ പറ്റി വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പൗലോസ് ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. അവിടെ മറ്റൊരു സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ, അത് സാറേ, അതാണ് അബ്രഹാമിന്റെ ഭാര്യയായ സാറേ. എന്തുകൊണ്ട് യോഗ്യ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരാൻ? അല്ല, രാഹാബിലേക്ക് ഒന്ന് നോക്കിയേ, ആ രാഹാബ് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരാൻ കാരണം എന്താണ്? യേശുപ്പച്ചന്റെ പക്ഷത്തോട്ട്, അല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിക്കാൻ യേശുപ്പച്ചന്റെ ഭാഗത്തോട്ട് മാറി നിൽക്കാൻ അവൾ തയ്യാറായപ്പോൾ ഇവരുടെ 2 പേരെ, രൂത്തിനെയും രാഹാബിനെയും ക്രിസ്തുവിൽ യേശു പരിപൂർണരാക്കി തീർത്തു. എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാം, ഇവിടെ എന്താണ്, ഇവിടെ ഈ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ബിക്കോസ് യു ബിലോങ് ടു ക്രൈസ്റ്റ്
യു വെർ മെയ്ഡ് കംപ്ലീറ്റ് ഇൻ ഹിം. എന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ബിലോങ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവനിൽ പരിപൂർണരായി തീർന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ബിലോങ് എന്ന് പറഞ്ഞ വാക്കിന്റെ മലയാള അർത്ഥത്തിലോട്ട് പോകുമ്പോൾ സ്വന്തമായി മാറുക എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ക്രിസ്തുവിനോട് നമ്മൾ വെറുതെ പരിപൂർണരാവില്ല, ക്രിസ്തുവിന്റെ സ്വന്തമായി നാം മാറുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരായി തീരുന്നത്. ലാഹോരൊന്നും ചെയ്തതാണ് എന്താണ്? അവർ ക്രിസ്തുവിന്റെ സ്വന്തമായി മാറുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തമായി മാറുവാൻ, ദൈവത്തിന്റെ ഭാഗത്തോട്ട് മാറുവാൻ അവർ തയ്യാറായി. അപ്പോഴാണ് അവർ ക്രിസ്തുവിൽ പരിപൂർണരായി തീരുന്നത്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന യൗവനക്കാരായ കുഞ്ഞുങ്ങളോടും എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്രകാരമാണ്: എത്ര പേർക്ക് ക്രിസ്തുവിന്റെ സ്വന്തമായി മാറുവാൻ കഴിയും? എത്ര പേർക്ക് ക്രിസ്തുവിന്റെ ഭാഗത്തോട്ട് മാറി നിൽക്കാൻ കഴിയും? കഴിഞ്ഞ ഒരു വർഷത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം പാപങ്ങളോടെ വന്ന മിഷണറി ആയിട്ടുള്ള പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. യാക്കോബ് ഇപ്രകാരമാണ് ചെയ്തത്. യാക്കോബ് തന്റെ കുടുംബങ്ങളെ എല്ലാം അക്കരെ കടത്തി വിട്ടിട്ട് യാക്കോബ് ഇക്കരെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ, ദൈവസ്ഥലത്തിൽ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ തയ്യാറായപ്പോഴാണ് കർത്താവ് അവനോട് സംസാരിച്ചതും അവന്റെ പേര് മാറ്റിയതും. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 2023 എത്ര പേര് ദൈവസ്ഥലത്തിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്? നമ്മൾ കുടുംബ പ്രാർത്ഥനകളിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലെ മീറ്റിങ്ങുകളിൽ കൂടിയിട്ടുണ്ടാവും. അതൊന്നും യേശുക്രിസ്തു കേൾക്കണം. നിങ്ങൾ എത്ര നേരം ഒറ്റയ്ക്ക് യേശുക്രിസ്തുവിന്റെ കൂടെ മാറിയിരിക്കാൻ തയ്യാറായിട്ടുണ്ട്? അതാണ് യേശുക്രിസ്തു പറയുന്നത്. 2023 ഞാൻ ഇവിടെ ഓരോരുത്തരോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: എത്ര നേരം യേശുക്രിസ്തുവിന് വേണ്ടി സ്പെൻഡ് ചെയ്യും? ഞാൻ സുവിശേഷ വേല ചെയ്തു എന്നല്ല ചോദിക്കുന്നത്. നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി കുറച്ച് നേരമെങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റി വെച്ചോ? യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ തയ്യാറായോ? യേശുക്രിസ്തുവായിട്ടൊന്ന് സംസാരിക്കാൻ തയ്യാറായോ? ഇതൊക്കെയാണ് യേശുക്കത്തായ ഇത്. നിങ്ങൾ ഈ 2023 തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത് അതാണ്. ഈ രാഹാബിന്റെ രൂത്തിന്റെ ജീവിതം മാറാൻ കാരണം, ഇവരെ ക്രിസ്തുവിൽ പരിപൂർണരാകുവാൻ കാരണം, അവർ ക്രിസ്തുവിന്റെ സ്വന്തമായി മാറുവാനിടയായി. അപ്രകാരം ക്രിസ്തുവിന് സ്വന്തമായി മാറുവാനിടയായപ്പോൾ അവരുടെ ജീവിതത്തിൽ പല മറ്റുള്ള യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവരെ കർത്താവ് യേശുപ്പച്ചന്റെ വല്യമ്മച്ചിമാരാക്കി മാറ്റി. അത് ചെറിയ കാര്യമാണ്. യേശുപ്പച്ചന്റെ വംശാവലിയും ഇത്രയും പുരുഷന്മാരുള്ളതിന്റെ ഇടയ്ക്ക് ഒരു യോഗ്യതയില്ലാത്ത, ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത 2 പേര് കയറി വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. എന്നാൽ അവിടെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ സ്വന്തമായി മാറുവാൻ, യേശുക്രിസ്തുവിന്റെ ഭാഗത്തോട്ട് നിൽക്കുവാൻ അവർ തയ്യാറായപ്പോഴാണ് അവർ കർത്താവിന്റെ സ്വന്തമായി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ അവർ പരിപൂർണരായി തീർന്നത്. ഈ വാക്യം പറഞ്ഞിരിക്കുന്ന ആരാണ്? പൗലോസാണ് ഈ കൊലോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത്. പൗലോസിന്റെ ജീവിതത്തിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, എനിക്ക് ബൈബിളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് പൗലോസ്. പൗലോസിന്റെ ജീവിതത്തിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നില്ല നിങ്ങൾ ക്രിസ്തുവിന് സ്വന്തമായി, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണമായി തീരുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലി അല്ലെങ്കിൽ ഭൗതികമായി ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൗലോസിനെ നോക്കി അദ്ദേഹം ക്രിസ്തുവിൽ പരിപൂർണനായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അവസാനം ഒന്നുമില്ലായിരുന്നു പുള്ളിക്ക് ഭൗതികമായി പറയാൻ. അവസാനം ഒരു വാളിനിടയായി അദ്ദേഹം മരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പറയാനൊരു കാര്യമുണ്ട്: ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനായിരുന്നു, ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമായിരുന്നു എന്ന് പൗലോസിന് പറയാൻ കഴിയും. അപ്പം എനിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയാനുള്ളത്, 2024 നമ്മുടെ ജീവിതത്തിൽ വെറുതെ ആയി പോകരുത്. ദൈവം തരുന്ന നിമിഷങ്ങൾ ഇനി എത്ര കാലമൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഉള്ള നിമിഷങ്ങൾ എല്ലാ ദിനവും ഒരല്പം നേരമെങ്കിലും, നമ്മൾ വേറെ പലതിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നില്ലേ? ഒരല്പ നിമിഷങ്ങളെങ്കിലും കർത്താവിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കുവാൻ, ക്രിസ്തുവിന്റെ ഒന്ന് സ്വന്തമായി മാറുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ പരിപൂർണരാക്കി മാറ്റുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങളെ ഏത് രീതിയിൽ, ഇപ്പം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പഴയത് നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് വെച്ച് ജഡ്ജ് ചെയ്യാൻ നമ്മുടെ ചുറ്റും ഒരുപാട് പേര് കാണും. പക്ഷേ നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാൻ ഒത്തിരി പേര് കാണും. പക്ഷെ അതൊന്നും അല്ല യേശു കർത്താവ് നോക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റ് യേശു കർത്താവ് നോക്കുന്നില്ല. യേശു പിച്ച നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധിയിലോട്ട് മാറി നിൽക്കുക, ആ സന്നിധിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തയ്യാറാകുവാണെങ്കിൽ ആ യേശു പിച്ച നമ്മുടെ ജീവിതത്തെ, നമ്മളെ ക്രിസ്തു കംപ്ലീറ്റ് ആക്കി മാറ്റും എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത്. ഈ വചനങ്ങളെ കർത്താവ്